ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളെ കരിയർ സെറ്റ് ആവുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു കരിയർ സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡിനും ഇൻട്രസ്റ്റിനൊക്കെ അനുയോജ്യമായിട്ടുള്ള കോഴ്സ് തിരഞ്ഞെടുക്കണം. ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി ചെയ്യുന്നത് പേഴ്സണൽ പ്രൊഫൈലിംഗ് ആണ്. എത്രത്തോളം നിങ്ങൾക്ക് കരിയർ പ്ലാനിങ്ങിനെ കുറിച്ച് അറിയാമെന്നും എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ആണ് നിങ്ങളുടെ കറൻറ്റ് കരിയർ പ്ലാനിങ്ങിലുള്ളത് എന്നുള്ളതും ആണ് ഇതിൽ പ്രധാനമായിട്ടും നോക്കുന്നത്. ഇതിനെ മറികടക്കാൻ എന്തൊക്കെ ആക്ഷൻ പ്ലാൻ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് പേഴ്സണൽ പ്രൊഫൈലിങ്ങിൽ ചെയ്യുന്നത്. രണ്ടാമതായിട്ട് ചെയ്യുന്നത് നിങ്ങളെ പേഴ്സണാലിറ്റി അസസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അത് നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഒരു കരിയർ ചൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. മൂന്നാമതായിട്ട് നമ്മൾ അസസ് ചെയ്യുന്നത് ലേണിംഗ് സ്റ്റൈലാണ്. ഏത് രീതിയിലുള്ള പഠന രീതിയാണ് നിങ്ങൾ അവലംബിക്കുന്നത് എന്നുള്ളത്. ചില ആളുകൾ ഓഡിറ്ററി രീതിയിലുള്ള പഠന രീതിയായിരിക്കും അവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവുക. ചില ആളുകൾക്കാണെങ്കിൽ കൈനസ്തെറ്റിക് രീതിയിലുള്ളതാണ്. അപ്പോൾ ഏത് പഠന രീതിയാണ് നിങ്ങൾക്ക് മാച്ച് ആയിട്ടുള്ളതെന്നും നിങ്ങളുടെ ലേണിംഗ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസും ഇതിൽ നമ്മൾ പറയുന്നു. അടുത്തതായിട്ട് അനലൈസ് ചെയ്യുന്നത് കരിയർ ഇൻട്രസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഏത് മേഖലയാണ് കൂടുതൽ താല്പര്യമുള്ളത്? ചില ആളുകൾക്ക് സോഷ്യൽ സർവീസ് മേഖല ഉണ്ടാവും, ചിലർക്ക് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഏരിയ ഉണ്ടാവും. ഏത് മേഖലയാണ് ഇൻട്രസ്റ്റ് എന്നുള്ളത് അനലൈസ് ചെയ്യുന്നു. ഇതിലൂടെ 4 ക്ലസ്റ്ററുകളായിട്ട് പ്രധാനമായിട്ട് തിരിച്ചുകൊണ്ട് നിങ്ങളുടെ കരിയർ മേഖലകൾ ചൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതിൽ നമ്മൾ ടോപ്പ് ചോയ്സ്, അതാണ് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ട് ആവുന്നത്. അതിന് താഴെ ഗുഡ് ചോയ്സ് ആയിട്ടുണ്ടാവും. അതിന് താഴെ നിങ്ങൾക്ക് സ്കിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന ഏരിയാസ് ഉണ്ട്. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കാണിക്കുന്നത് നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യേണ്ട ഏരിയയാണ്. നിങ്ങൾ കറൻറ്റ് സ്കില്ലിനനുസരിച്ച് നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യേണ്ട ഏരിയയാണ്. ഇതാണ് പ്രധാനമായിട്ടും ഈ ഒരു കരിയർ അസസ്മെൻറ്റിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റിപ്പോർട്ടിലുള്ളത്.